എന്തായാലും നമ്മുടെ ചന്ദ്രകാന്തം ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദ തലറിഞ്ഞു വീഴുന്ന ഒരു രംഗമായിരുന്നല്ലോ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം കാണുവാൻ സാധിച്ചത്. ഇപ്രാവശ്യം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയും നന്ദ പ്രഗ്നന്റ് ആണ്, താങ്കളുടെ അച്ഛനാകാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതവും നന്ദയും ഭയങ്കര സന്തോഷം കേട്ടോ. അതിനുശേഷം ഇവർ ഇന്ത്യവരത്തിൽ വരികയും ആ ഒരു സന്തോഷം എല്ലാവരോടും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗം തന്നെ ആട്ടോ നമുക്ക് എപ്പിസോഡിന്റെ ആദ്യം കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ വല്യമ്മ പറയുന്നുണ്ട്, ഇനി ഈ ഇന്ത്യവരത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ നന്ദമോളെ എല്ലാവരും കാണണം, നന്ദമോൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കട്ടെ, പിങ്കി വീണ്ടും ആ ഒരു പഴയ ഇതിലോട്ട് പോയോ എന്നുള്ള രീതിയിൽ നമ്മൾ അർജുനും നന്ദയും എല്ലാവരും ഞെട്ടി നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ പിങ്കി വന്ന് പറയുന്നത്, നന്ദയോട് ഇത്രയും നാൾ ഞാൻ ദ്രോഹങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതെനിക്കൊരു പ്രായശ്ചിത്തമായിട്ട് നന്ദയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പിങ്കി ഏറ്റെടുക്കുക കേട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ തന്നെ നമ്മുടെ നന്ദയ്ക്ക് അങ്ങോട്ട് സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ പിങ്കിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ നമുക്ക് പിന്നീട് നമ്മുടെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഇന്ത്യവരത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡൊക്കെ ആയി. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബാലാജി ആ ഒരു രാഷ്ട്രീയക്കാരനൊക്കെ ആയിട്ട് ഭയങ്കര ചർച്ചയാണ്. നമ്മുടെ നന്ദയെ തട്ടിക്കൊണ്ടു പോകാനും വകവരുത്താനുമുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അവര്. അപ്പൊ അവരുടെ ചർച്ചയും നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മുടെ പുഷ്പനും കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ അയാളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബന്ധുവല്ലേ നന്ദ, അപ്പൊ നന്ദയെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് നന്ദയെ എന്താ പറയാ അപകടപ്പെടുത്താനുള്ള ശ്രമത്തിലൊക്കെ ആയിട്ട് നമ്മുടെ ബാലാജി. അപ്പൊ ബാലാജി അയാൾക്ക് കുറെ മദ്യവും കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ക്യാഷും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പുഷ്പൻ സമ്മതിക്കുന്നുണ്ട്, പൈസ കിട്ടുമെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ ഏലപ്പാറയിൽ ഞാൻ നന്ദയെ കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി പറയുന്നുണ്ട്. നമ്മുടെ നന്ദയെ നോക്കിയ ഒരു ആന്റി ഉണ്ടല്ലോ, ആന്റി വഴി നമ്മുടെ നന്ദയെ ഉറപ്പായിട്ടും തന്നെ ഏലപ്പാറയിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ അയാൾ നമ്മുടെ ബാലാജിക്ക് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അർജുൻ കട്ട വെയിറ്റിംഗ് ആട്ടോ മുറിയില്ല. നമ്മുടെ പിങ്കി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോഴാണ് നമ്മുടെ നന്ദ മുറിയിലേക്ക് കയറി വരുന്നത്. അപ്പൊ നന്ദ പറയുന്നുണ്ട്, അർജുൻ ആരെയാ നീ കാത്തിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നന്ദ ചോദിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ കേട്ടോ. അപ്പൊ നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, ഓ നന്ദയ്ക്കൊന്നും അറിയാത്ത പോലെ, നന്ദയ്ക്ക് അറിയില്ല ഞാൻ പിങ്കിയെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണോ നന്ദ വരുന്നത്, നന്ദ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ച് നന്ദയോട് ഇങ്ങനെ പരിഭവം പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നന്ദ ഓഹോ ഇപ്പൊ ഞാനായോ കട്ടുറുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ കുറെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പിങ്കിയും കൂട്ടിയേ വന്നിരിക്കുന്നത്, പിങ്കിക്ക് ആകെപ്പാടെ ചമ്മല് നിന്റെ മുമ്പിൽ വരാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ തന്നെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിങ്കിക്കാണെങ്കിൽ ഭയങ്കര ചമ്മല. അതിക്കേനെ നമ്മുടെ നന്ദ ഇവരോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു, നിങ്ങളുടെ ആദ്യരാത്രി അല്ലേ നിങ്ങൾ ആഘോഷിക്കുന്നത്, എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയവും ഇവരുടെ എന്താ പറയാ ആ ഒരു ആദ്യരാത്രി ആ ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയും കാതെ ഇങ്ങനെ മുറിയിലിരിക്കുന്ന ഒരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ നന്ദ വരുമ്പോൾ തന്നെ നമ്മുടെ ഗൗതം കുറെ പിണക്കമൊക്കെ അഭിനയിക്കുന്നുണ്ട്. നിനക്ക് അവരുടെ ആദ്യ രാത്രിയാണോ വലുത്, ഞാനാണോ വലുത്, ഇപ്പൊ പറയണം എന്നൊക്കെ നമ്മുടെ ഗൗതം കുറെ പിണക്കമൊക്കെ അഭിനയിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ അവരുടെ കുഞ്ഞിനെ പറ്റിയുള്ള ഓരോരുത്തരുടെയും ഇതൊക്കെ ആയിട്ട് നന്ദ പറയുന്നുണ്ട്, എനിക്കൊരു ആൺകുഞ്ഞിനെ മതി, എന്റെ സാറിനെ പോലെ ഒരു വലിയ പോലീസുകാരനാകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗതം പറയും, എനിക്കൊരു പെൺകുഞ്ഞിനെ മതി, നീ ഭയങ്കര സുന്ദരിയാണെന്നാണല്ലോ നിന്റെ വിചാരം, നിന്നെങ്കിലും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ മതി, എന്നിട്ട് അവളെ ഞാൻ ഇത്ര ഡോക്ടറെ എന്താ പറയാ ഡിഗ്രികൾ എടുപ്പിക്കും, അങ്ങനെയാകും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതവും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു ചന്ദ്രകാന്തൻ എപ്പിസോഡിന്റെ അവസാനം കാണുവാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു സന്തോഷ നാളുകൾ നമ്മുടെ ഇന്ത്യവരത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ സന്തോഷമാണ്, ഭയങ്കര ഹാപ്പി മൂഡാണ്. ഇനി നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് ഇങ്ങനെ ദുരന്തങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ നന്ദയെ തട്ടിക്കൊണ്ടു പോകുന്നു, അർജുന്റെ മരണം, ഇതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. എത്ര നേരത്തേക്കായിരിക്കും നമ്മുടെ ഇന്ത്യവരത്തിൽ ഈ ഒരു സന്തോഷ നാളുകൾ അല്ലെ പ്രേക്ഷകരെ? എന്തായാലും നമ്മുടെ അർജുന്റെ ആ ഒരു ദുരന്ത വാർത്തയ്ക്ക് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അർജുൻ മരിക്കാതിരുന്നാൽ മതിയായിരുന്നു അല്ലെ കൂട്ടുകാരെ? അവിടെ അർജുനെ രക്ഷിക്കാൻ നമ്മുടെ ഗൗതമൊക്കെ എത്തട്ടെ, നമ്മുടെ നന്ദയും അർജുനൊക്കെ സേഫ് ആയിട്ട് വരട്ടെ, അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യം അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.